നമസ്കാരം, മാസ്റ്ററിംഗ് എഡ്യൂടെക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വീടിൻ്റെ ഷോർട്ട് കട്ട് കീസ് ആയിരുന്നു നോക്കിക്കൊണ്ടിരുന്നത്. കുറച്ച് ഷോർട്ട് കട്ട് കീസൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി ബാക്കി കുറച്ച് ഷോർട്ട് കട്ട് കീസ് കൂടെ ഉണ്ട്. അതുകൂടെ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് ഡിസ്കസ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് എക്സലിൻ്റെ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യാം. അതുപോലെ തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഇനിയും ഉണ്ട്, തീർന്നിട്ടില്ല. അപ്പം നമ്മൾ ക്ലാസ്സുകളുടെ ഇടയ്ക്ക് നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് കൂടി ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ക്ലാസ്സുകളിലേക്ക് പോകാം. അപ്പം ആദ്യം നമ്മൾ ഫംഗ്ഷൻ കീ വീഡിൽ യൂസ് ചെയ്തിട്ടുള്ള ഫംഗ്ഷൻ കീസ് ആണ് നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് എന്ന് പറയുന്നത് F1 ആണ്. F1 കീ എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? ഹെൽപ്പിന് വേണ്ടിയിട്ട്, ഹെൽപ്പ് ഡയലോഗ് ബോക്സ് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഷോർട്ട് കട്ട് കീ ആണ് F1. അടുത്തതെന്ന് പറഞ്ഞാൽ F5 ആണ്. F5 എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫൈൻഡ്, റീപ്ലേസ് ആൻഡ് ഗോ ടു ഡയലോഗ് ബോക്സ് ഉണ്ടല്ലോ, ആ വിൻഡോ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഷോർട്ട് കട്ട് കീ ആണ് F5 എന്ന് പറയുന്നത്. F5 കീ ഞാൻ പ്രസ് ചെയ്ത് കാണിക്കാം. F5 പ്രസ് ചെയ്യുമ്പോൾ ഈ ഡയലോഗ് ബോക്സ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വിൻഡോ ആണ് വരുന്നത്. അപ്പോൾ ഇതിലെന്താണുള്ളത്? ഫൈൻഡ്, റീപ്ലേസ്, ഗോ ടു. ഇത് ആക്റ്റീവായിട്ടുള്ളത് ഗോ ടു ആണ്. അപ്പം F5 എന്ന് പറഞ്ഞാൽ ഫൈൻഡ്, റീപ്ലേസ്, ഗോ ടു വിൻഡോ ഓപ്പൺ ചെയ്യാനുള്ള ഷോർട്ട് കട്ട് കീ ആണ്. അടുത്തതെന്ന് പറഞ്ഞാൽ F7 ആണ്. F7 എന്ന് പറഞ്ഞാൽ സ്പെല്ലിംഗ് ആൻഡ് ഗ്രാമർ ചെക്ക് ആണ് F7 എന്ന് പറയുന്നത്. F7 കീ ഞാൻ പ്രസ് ചെയ്ത് കാണിക്കാം. കണ്ടോ, ഇപ്പം ഇവിടെ എന്താ വന്നേക്കുന്നതെന്ന് വെച്ചാൽ ദ സ്പെല്ലിംഗ് ആൻഡ് ഗ്രാമർ ചെക്ക് ഈസ് കംപ്ലീറ്റ്. അതായത് നമ്മുടെ ഇതിനകത്ത് സ്പെല്ലിംഗ് ഗ്രാമർ മിസ്റ്റേക്ക് ഒന്നും ഇല്ല. ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കറക്ഷൻ ചെയ്യാനുള്ള ഓപ്ഷൻ വരും. ഇല്ലാത്തത് കൊണ്ടാണ് എന്താ ചെക്ക് ഈസ് കംപ്ലീറ്റ് എന്ന് കാണിക്കുന്നത്. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ ഷിഫ്റ്റ് പ്ലസ് F7 ആണ്. ഷിഫ്റ്റ് പ്ലസ് F7 എന്ന് പറഞ്ഞാൽ തെഷേഴ്സ് എന്തിനു വേണ്ടിയിട്ടുള്ള നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞ എന്താണ് വേർഡിൻ്റെ മീനിങ് അല്ലെങ്കിൽ സിനോണിംസ് ആൻഡ് അനോണിംസ് ഒക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തെഷേഴ്സ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഷിഫ്റ്റ് പ്ലസ് F7 കീ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ തെഷേഴ്സിന് വേണ്ടിയിട്ടുള്ള ഷോർട്ട് കട്ട് കീ ആണ് ഷിഫ്റ്റ് പ്ലസ് F7 എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഷിഫ്റ്റ് പ്ലസ് F7 കൊടുക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. കണ്ടോ, ഇവിടെ ഒരു തെഷേഴ്സിൻ്റെ ഒരു ബാർ ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഇതാണ്. അപ്പം ഷിഫ്റ്റ് പ്ലസ് F7 എന്ന് പറഞ്ഞാൽ എന്തിനിട്ടുള്ളത്? തെഷേഴ്സിൻ്റെ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ ഒരു വേർഡിൻ്റെ മീനിങ് ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. അടുത്തതെന്ന് പറഞ്ഞാൽ F12 ആണ്. F12 എന്ന് പറയുന്നത് എന്താണ്? സേവാസ് ഡയലോഗ് ബോക്സ് ഓപ്പൺ ചെയ്യാനുള്ള ഷോർട്ട് കട്ട് കീ ആണ് F12 എന്ന് പറയുന്ന ഫംഗ്ഷൻ കീ യൂസ് ചെയ്യുന്നത്. അപ്പം F12 നമ്മൾ ക്ലിക്ക് ചെയ്താൽ എന്താ വരുന്നത്? സേവ് ആസ് ഡയലോഗ് ബോക്സ് ആണ് വരുന്നത്. അപ്പം ഞാൻ F12 ക്ലിക്ക് ചെയ്തപ്പോൾ വന്നത് എന്താണ്? സേവ് ആസ് ആണ് വന്നത്. സേവ് ആസ് എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു സേവ് ചെയ്തിട്ടുള്ള ഒരു ഡോക്യുമെൻറ്റിന് നെയിം ചേഞ്ച് ചെയ്യാൻ അല്ലെങ്കിൽ ലൊക്കേഷൻ ചേഞ്ച് ചെയ്യാനൊക്കെയാണ് നമ്മൾ സേവ് ആസ് യൂസ് ചെയ്യുന്നത്. ഇനി അടുത്ത ഷിഫ്റ്റ് പ്ലസ് F12 ആണെങ്കിൽ സേവ് ആണ്. അപ്പോൾ ഇത് മാറിപ്പോവരുത്. F12 സേവ് ആസും, ഷിഫ്റ്റ് പ്ലസ് F12 ആണെങ്കിൽ സേവും ആണ്. അടുത്തതെന്ന് പറഞ്ഞാൽ ഷിഫ്റ്റ് പ്ലസ് ആൾട്ട് പ്ലസ് ഡി എന്ന് പറഞ്ഞാൽ ഇൻസേർട്ട് കറണ്ട് ഡേറ്റ് നമ്മുടെ ഡോക്യുമെൻറ്റിൽ ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഷിഫ്റ്റ് പ്ലസ് ആൾട്ട് പ്ലസ് ഡി ഷോർട്ട് കട്ട് കീ യൂസ് ചെയ്യുന്നത്. ഈ ഷിഫ്റ്റ് പ്ലസ് ആൾട്ട് പ്ലസ് ടി ആണെന്നുണ്ടെങ്കിൽ ഇൻസേർട്ട് കറണ്ട് ടൈം, ഇത് ഓർത്താൽ മതി. ഡി ആണെങ്കിൽ ഡേറ്റ്, ടി ആണെങ്കിൽ ടൈം. അടുത്ത ഷിഫ്റ്റ് പ്ലസ് ഇൻസേർട്ട്. ഷിഫ്റ്റ് കീയും ഇൻസേർട്ട്, നമ്മുടെ കീബോർഡിൽ ഇൻസേർട്ട് കീ ഉണ്ടല്ലോ, ഇൻസേർട്ട് കീയും കൂടി ഒരുമിച്ച് പ്രസ് ചെയ്യുന്ന എന്തിനാന്ന് വെച്ചാൽ പേസ്റ്റിന് വേണ്ടി, പേസ്റ്റ് ചെയ്യാൻ. നമ്മൾ Ctrl+V പഠിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെയാണ് ഷിഫ്റ്റ് പ്ലസ് ഇൻസേർട്ട്. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ ഷിഫ്റ്റ് പ്ലസ് ഡിലീറ്റ് ആണ്. ഷിഫ്റ്റ് കീയും ഡിലീറ്റ് കീയും കൂടി പ്രസ് ചെയ്താൽ കട്ട് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ നമ്മൾ Ctrl+X പഠിച്ചിട്ടുണ്ട്, അത് തന്നെയാണ് എവിടെയാണ് ഷിഫ്റ്റ് പ്ലസ് ഡിലീറ്റ് കീ യൂസ് ചെയ്തത്. ഇപ്പോൾ സെലക്ട് ചെയ്തിട്ട് ഷിഫ്റ്റ് പ്ലസ് ഡിലീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ കട്ടാകും. അതിനുശേഷം പേസ്റ്റ് ചെയ്യേണ്ട സ്ഥലത്ത് പ്ലേസ് ചെയ്തിട്ട് കഴ്സർ പ്ലേസ് ചെയ്തിട്ട് ഷിഫ്റ്റ് പ്ലസ് ഇൻസേർട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ പേസ്റ്റ് ആകും. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ ഷിഫ്റ്റ് പ്ലസ് ഹോം ആണ്. ഷിഫ്റ്റ് പ്ലസ് ഹോം എന്ന് പറഞ്ഞാൽ ഹൈലൈറ്റ് ഫ്രം ദ കറണ്ട് പൊസിഷൻ ടു ദി ബിഗിനിങ് ഓഫ് ദ ലൈൻ. അപ്പോൾ ഒരു ലൈനിൻ്റെ ഇപ്പം നമ്മുടെ പൊസിഷൻ എവിടെയാണോ നമ്മുടെ കഴ്സർ ഇരിക്കുന്ന ആ പൊസിഷനിൽ നിന്നും ആ ലൈനിൻ്റെ ബിഗിനിങ്ങിലേക്ക് പോകാനാണ് ഷിഫ്റ്റ് പ്ലസ് ഹോം കീ യൂസ് ചെയ്യുന്നത്. കണ്ടോ, ഇപ്പം ഞാൻ ഷിഫ്റ്റ് പ്ലസ് ഹോം കൊടുത്തു, ഇവിടെയായിരുന്നു നമ്മുടെ കഴ്സർ ഇരുന്നത്, ഇവിടുന്ന് ബിഗിനിങ്ങിലേക്ക് പോയി. ഇനി അതുപോലെ തന്നെയാണ് ഷിഫ്റ്റ് പ്ലസ് എൻഡ് എന്ന് പറയുന്നത് നമ്മുടെ കഴ്സർ ഇരിക്കുന്ന പൊസിഷനിൽ നിന്നും ആ ഒരു ലൈനിൻ്റെ എൻഡിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ഏത് യൂസ് ചെയ്യുന്നത്? ഷിഫ്റ്റ് പ്ലസ്
എൻഡ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഷിഫ്റ്റ് പ്ലസ് ഹോം എന്ന് പറഞ്ഞാൽ കഴ്സർ പൊസിഷനിൽ നിന്നും ബിഗിനിങ്ങിലേക്ക് പോകാനും, ഷിഫ്റ്റ് പ്ലസ് ഹോം കഴ്സർ പൊസിഷനിൽ നിന്നും ബിഗിനിങ്ങിലേക്ക് പോകാനും, ഷിഫ്റ്റ് പ്ലസ് എൻഡ് എന്ന് പറഞ്ഞാൽ കഴ്സർ പൊസിഷനിൽ നിന്നും ആ ഒരു ലൈനിൻ്റെ എൻഡിലേക്ക് പോകാനുമാണ് യൂസ് ചെയ്യുന്നത്. ഇനി അടുത്ത ഷോർട്ട് കട്ട് കീ എന്ന് പറഞ്ഞാൽ ഹോം ആണ്. ഹോം എന്ന് പറഞ്ഞാൽ ഗോസ് ടു ദി ബിഗിനിങ് ഓഫ് ദ ഡോക്യുമെൻറ്റിൻ്റെ ബിഗിനിങ്ങിൽ പോകാനാണ് ഹോം കീ യൂസ് ചെയ്യുന്നത്. എൻഡ് കീ ആണെന്നുണ്ടെങ്കിൽ ഗോസ് ടു ദി എൻഡ് ഓഫ് ദ ഡോക്യുമെൻറ്റിൻ്റെ എൻഡിലേക്ക് പോകാനാണ് എൻഡ് കീ യൂസ് ചെയ്യുന്നത്. അടുത്ത ഷോർട്ട് കട്ട് കീ കൺട്രോൾ പ്ലസ് ഈക്വൽ ആണ്. കൺട്രോൾ പ്ലസ് ഈക്വൽ എന്ന് പറഞ്ഞാൽ സബ്സ്ക്രിപ്റ്റും, കൺട്രോൾ പ്ലസ് ഷിഫ്റ്റ് പ്ലസ് ഈക്വൽ എന്ന് പറഞ്ഞാൽ സൂപ്പർ സ്ക്രിപ്റ്റുമാണ്. സബ്സ്ക്രിപ്റ്റും സൂപ്പർ സ്ക്രിപ്റ്റും നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളത് അറിയായിരിക്കും. നമ്മുടെ നോർമൽ ടെക്സ്റ്റ് എഴുതുന്ന ലൈനിൽ നിന്നും കുറച്ച് താഴെയായിട്ട് ടെക്സ്റ്റോ ഡേറ്റയോ വരാൻ വേണ്ടി സബ്സ്ക്രിപ്റ്റും, മുകളിൽ വരാൻ വേണ്ടിയിട്ട് സൂപ്പർ സ്ക്രിപ്റ്റുമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ കൺട്രോൾ പ്ലസ് ഈക്വൽ സബ്സ്ക്രിപ്റ്റും, കൺട്രോൾ പ്ലസ് ഷിഫ്റ്റ് പ്ലസ് ഈക്വൽ ആണ് സൂപ്പർ സ്ക്രിപ്റ്റ്. ഇനി കൺട്രോൾ പ്ലസ് ഗ്രേറ്റർ ദാൻ ആണെന്നുണ്ടെങ്കിൽ ഇൻക്രീസ് ഫോണ്ട് സൈസും, കൺട്രോൾ പ്ലസ് ലെസ് ദാൻ ആണെന്നുണ്ടെങ്കിൽ ഡിക്രീസ് ഫോണ്ട് സൈസും. ഫോണ്ട് സൈസ് കൂട്ടാൻ വേണ്ടി കൺട്രോൾ പ്ലസ് ഗ്രേറ്റർ അല്ലേ വലുത്, അപ്പം ഗ്രേറ്റർ ദാൻ ആണെങ്കിൽ കൂട്ടാനും, ലെസ് എന്ന് പറഞ്ഞാൽ ചെറുതാണ്, അപ്പോൾ ഡിക്രീസ് ഫോണ്ട് സൈസ് എന്ന് പറഞ്ഞാൽ കൺട്രോൾ പ്ലസ് ലെസ് ദാനുമാണ്. അടുത്ത കൺട്രോൾ പ്ലസ് F2 എന്ന് പറഞ്ഞാൽ പ്രിൻ്റ് പ്രിവ്യൂവിൻ്റെ ഷോർട്ട് കട്ട് കീ ആണ് കൺട്രോൾ പ്ലസ് F2. കൺട്രോൾ പ്ലസ് F2 കീബോർഡിലെ കീയും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിതുപോലെ പ്രിൻ്റ് പ്രിവ്യൂ, നമ്മൾ പ്രിൻ്റ് ചെയ്യുമ്പോൾ ഇതെങ്ങനെ വരും എന്നുള്ള ആ ഒരു പ്രിവ്യൂ കാണിക്കുന്നതാണ് പ്രിൻ്റ് പ്രിവ്യൂ കൺട്രോൾ പ്ലസ് F2. അടുത്ത കൺട്രോൾ പ്ലസ് ഷിഫ്റ്റ് പ്ലസ് P ആണ്. കൺട്രോൾ പ്ലസ് ഷിഫ്റ്റ് പ്ലസ് P എന്ന് പറഞ്ഞാൽ ഓപ്പൺ ഫോണ്ട് ഡയലോഗ് ബോക്സ്. ഫോണ്ട് ഡയലോഗ് ബോക്സ് ഓപ്പൺ ചെയ്യാനുള്ള ഷോർട്ട് കട്ട് കീയാണ് കൺട്രോൾ പ്ലസ് ഷിഫ്റ്റ് പ്ലസ് P. അതുപോലെ തന്നെ നമ്മുടെ കൺട്രോൾ പ്ലസ് D നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. കൺട്രോൾ പ്ലസ് Dയും എന്താണ്, ഓപ്പൺ ഫോണ്ട് ഡയലോഗ് ബോക്സ് ആണ്. ഇപ്പോൾ കൺട്രോൾ പ്ലസ് D ആണ് കൊടുത്തത്. ഇനി നമുക്ക് കൺട്രോൾ പ്ലസ് ഷിഫ്റ്റ് പ്ലസ് P കൊടുത്തു നോക്കാം. കൺട്രോൾ പ്ലസ് ഷിഫ്റ്റ് പ്ലസ് P കൊടുത്താലും നമുക്ക് എന്താണ് കിട്ടുന്നത്, ഫോണ്ട് ഡയലോഗ് ബോക്സ് ആണ് കിട്ടുന്നത്. അടുത്ത കൺട്രോൾ പ്ലസ് ഷിഫ്റ്റ് പ്ലസ് D ആണെങ്കിൽ ഡബിൾ അണ്ടർലൈൻ ആണ്. ഡബിൾ അണ്ടർലൈൻ, അപ്പോൾ ഡബിൾ അണ്ടർലൈൻ്റെ ഷോർട്ട് കട്ട് കീ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ്, കൺട്രോൾ പ്ലസ് U ആണ് അണ്ടർലൈൻ്റെ പഠിച്ചിട്ടുള്ളത്. കൺട്രോൾ പ്ലസ് ഷിഫ്റ്റ് പ്ലസ് D എന്ന് പറഞ്ഞാൽ ഡബിൾ അണ്ടർലൈൻ ആണ്. ഇപ്പോൾ 2 അണ്ടർലൈൻ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് യൂസ് ചെയ്യാം, കൺട്രോൾ പ്ലസ് ഷിഫ്റ്റ് പ്ലസ് D യൂസ് ചെയ്യാം. കണ്ടോ ഇവിടെ 2 അണ്ടർലൈൻ വന്നിരിക്കുന്നത്. അപ്പോൾ അടുത്തതെന്ന് പറഞ്ഞാൽ ആൾട്ട് പ്ലസ് F ആണ്. ആൾട്ട് പ്ലസ് F എന്ന് പറഞ്ഞാൽ ഫയൽ മെനുവിൽ പോകാൻ വേണ്ടിയിട്ടാണ് ആൾട്ട് പ്ലസ് F. അപ്പോൾ ഞാൻ ആൾട്ടും എഫും കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് എന്ത് കാണാം, ഇവിടെ ഫയൽ മെനു ഓപ്പൺ ആയിരിക്കുന്നത് കാണാം. അപ്പോൾ ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം. ആൾട്ട് പ്ലസ് F കണ്ടോ, നമ്മുടെ ഫയൽ മെനു ഓപ്പൺ ആയിട്ടുണ്ട്. അതാണ് ആൾട്ട് പ്ലസ് F ഷോർട്ട് കട്ട് കീ യൂസ് ചെയ്യുന്നത് ഫയൽ മെനു ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി ആൾട്ട് പ്ലസ് കൺട്രോൾ പ്ലസ് V ആണെങ്കിൽ പേസ്റ്റ് സ്പെഷ്യൽ ആണ്. പേസ്റ്റിൻ്റെ ഷോർട്ട് കട്ട് കീ നമ്മൾ പഠിച്ചിട്ടുണ്ട്, കൺട്രോൾ പ്ലസ് V. അപ്പോൾ പേസ്റ്റ് സ്പെഷ്യൽ ആണെന്നുണ്ടെങ്കിൽ ആൾട്ട് പ്ലസ് കൺട്രോൾ പ്ലസ് V ആണ് പേസ്റ്റ് സ്പെഷ്യലിൻ്റെ ഷോർട്ട് കട്ട് കീ. ഇനി അടുത്ത് നോക്കാം മൗസ് ഷോർട്ട് കട്ട് കീസ് ഏതൊക്കെയാണെന്ന് നോക്കാം. കൺട്രോൾ പ്ലസ് മൗസ് വീൽ, അതായത് മൗസിൻ്റെ നമ്മുടെ സ്ക്രോൾ ബട്ടൺ ഉണ്ടല്ലോ, അല്ലെങ്കിൽ ആ വീലുണ്ടല്ലോ, ആ വീല് മൂവ് ചെയ്യുന്നത്. ഇപ്പം എങ്ങനെയാണ് നമ്മൾ മൂവ് ചെയ്യുന്നത്, ഇപ്പോൾ കൺട്രോൾ പ്രസ് ചെയ്തിട്ട് നമ്മൾ മൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കണ്ടോ, സൂം ഇൻ ആൻഡ് സൂം ഔട്ട്. നമുക്ക് സൂം ഇന്നും സൂം ഔട്ടും ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൺട്രോൾ പ്ലസ് ഏതാണ്, മൗസ് വീൽ മൂവ് ചെയ്യിക്കുന്നതനുസരിച്ച് എന്താകും, സൂം ഇൻ ആകും, സൂം ഔട്ട് ആകും. ഇനി അടുത്തത് ഡബിൾ ക്ലിക്ക് എ വേർഡ്. ഒരു വേർഡിൽ ഡബിൾ ക്ലിക്ക് ചെയ്താൽ എന്ത് ചെയ്യും, ആ വേർഡ് സെലക്ട് ആവും. കണ്ടോ, ഞാൻ ഈ വേർഡിൽ വെച്ചിട്ട് ഡബിൾ ക്ലിക്ക് ചെയ്ത് എന്ത് ചെയ്തു, ഈ വേർഡ് സെലക്ട് ആയി. ഇനി ട്രിപ്പിൾ ക്ലിക്ക് ചെയ്താലോ, നമ്മൾ ഒരു ഇതിൽ ട്രിപ്പിൾ ക്ലിക്ക് ചെയ്താൽ ആ ഒരു ലൈൻ അല്ലെങ്കിൽ പാരഗ്രാഫ് സെലക്ട് ആകും. അപ്പോൾ ഒരു പാരഗ്രാഫോ ലൈനോ സെലക്ട് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യുക, ട്രിപ്പിൾ ക്ലിക്ക് ചെയ്യുക. ഇനി ഒരു വേർഡ് സെലക്ട് ചെയ്യാനാണെങ്കിൽ ആ വേർഡിൽ വെച്ചിട്ട് ഡബിൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇത്രയുമാണ് വേർഡിനകത്തുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഷോർട്ട് കട്ട് കീസ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കുറച്ച് ഷോർട്ട് കട്ട് കീസ് പറഞ്ഞു, ബാക്കി ഇന്ന് പറഞ്ഞു. ഇനി എക്സലിനകത്ത് വേറെ കുറച്ച് ഷോർട്ട് കട്ട് കീസ് ഒക്കെ ഉണ്ട്. അപ്പോൾ എക്സൽ ക്ലാസ് തുടങ്ങിയതിന് ശേഷം നമുക്ക് ലാസ്റ്റിൽ അതിൻ്റെ ഷോർട്ട് കട്ട് കീസ് പഠിക്കാം. ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ക്ലാസ്സിൻ്റെ PDF നോട്ട്സും ക്യൂസും ഒക്കെ ആവശ്യമുള്ളവർ നമ്മുടെ മാസ്റ്ററിങ് എഡ്യൂടെക്കിൻ്റെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കും. താങ്ക്